റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾ വിവിധയിടങ്ങളിൽ നടക്കുകയാണ്. സംസ്ഥാനത്തും വിപുലമായ ആഘോഷങ്ങളാണ് നടക്കുന്നത്. ഈ ആഘോഷങ്ങളുടെ ഭാഗമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നുള്ള വിവരങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പതാക ഉയർത്തും. വിവരങ്ങളുമായി അല്ലമീൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. അമീൻ, റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു? എന്തൊക്കെയാണ് ഇവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? അല്പസമയത്തിനകം തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ചടങ്ങുകൾ ആരംഭിക്കും. മുഖ്യമന്ത്രിയും ഗവർണറും ഉൾപ്പെടെ അല്പസമയത്തിനകം വേദിയിലേക്ക് എത്തും. എല്ലാ സംവിധാനങ്ങളും ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. 8:30-ക്കാണ് ഗവർണർ പതാക ഉയർത്തുന്നത്, ദേശീയ പതാക ഉയർത്തുന്നത്. അതിനുശേഷം മാർച്ച് പാസ്റ്റിൽ പങ്കെടുത്ത് ഗവർണർ അഭിവാദ്യം സ്വീകരിക്കുകയും ചെയ്യും. ശേഷം 8:50 ഗവർണറുടെ പ്രസംഗം ഉണ്ടാകും. ഈ രീതിയിലാണ് നിലവിൽ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. പരേഡിൽ പങ്കെടുക്കുന്നതിനുള്ള പോലീസ് ഉദ്യോഗസ്ഥരും സൈനിക അർദ്ധസൈനിക വിഭാഗങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ പരേഡിൽ അണിനിരക്കേണ്ട അവരൊക്കെ തന്നെ ഇതിനോടകം ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെല്ലാം തയ്യാറായി നിൽക്കുകയാണ്. 8:30-ക്കാണ് ഗവർണർ എത്തുക. അതായത് അല്പസമയത്തിനകം ഗവർണർ വേദിയിലേക്ക് എത്തും. ഗവർണറും മുഖ്യമന്ത്രിയും എത്തിക്കഴിഞ്ഞാൽ ദേശീയഗാനവും മറ്റ് ചടങ്ങുകളിലേക്ക് കടക്കുകയും ചെയ്യും. ഈ പരേഡ് വീക്ഷിക്കുന്നതിന് വേണ്ടിയും നിരവധി ആളുകൾ, കൂടുതലും സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ്, അവരും എത്തിയിട്ടുണ്ട്. ശക്തമായിട്ടുള്ള സുരക്ഷാ സംവിധാനത്തിനുള്ളിൽ ഈ സംവിധാനങ്ങളെല്ലാം ഒരുക്കങ്ങളെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. ഒരുക്കങ്ങളെല്ലാം തയ്യാറായി കഴിഞ്ഞിരിക്കുകയുമാണ്. ഇനി ഗവർണറും മുഖ്യമന്ത്രിയും എത്തേണ്ട താമസം മാത്രമാണ്. പതിവ് റിപ്പബ്ലിക് ദിന ആഘോഷ ചടങ്ങുകളിൽ നിന്ന് ഇത്തവണ കേരളത്തിലെ ചടങ്ങുകളെ വ്യത്യസ്തമാക്കുന്നത് ഈ ഒരു പ്രസംഗത്തിൽ, റിപ്പബ്ലിക് ദിന സന്ദേശ പ്രസംഗത്തിൽ ഗവർണർ എന്ത് പ്രസംഗിക്കും, എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ ഏറ്റവും നിർണായകം കാര്യം. പൗരത്വ ഭേദഗതി വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരും ഗവർണറും പലപ്പോഴും മുഖാമുഖം ഏറ്റുമുട്ടുന്നൊരു സാഹചര്യം നിലവിലുണ്ട്. സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് ഗവർണർ പലപ്പോഴും രംഗത്തേക്ക് വരുന്നു. ഗവർണറുടെ നടപടികളെ സർക്കാരും അതുപോലെ തന്നെ പ്രതിപക്ഷവും ഒരുപോലെ വിമർശിക്കുന്നൊരു സാഹചര്യം. ഈ പശ്ചാത്തലത്തിൽ ഇന്നത്തെ പ്രസംഗത്തിൽ ഗവർണർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും നിർണായകവും. അത് തന്നെയാണ് ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം ഗവർണറും ഇവിടേക്ക് എത്തും. അതിനുശേഷം ചടങ്ങുകളിലേക്ക് കടക്കും. ഈ പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും ഇന്ന് റിപ്പബ്ലിക് ദിനമായതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ അഖണ്ഡതയും ഐക്യവും അതുപോലെ മതേതര മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കേണ്ടതിൻ്റെ ആവശ്യകത സംബന്ധിച്ച് തന്നെയായിരിക്കും പ്രസംഗത്തിൽ ഗവർണർ ഊന്നൽ നൽകുക. ഗവർണർ എത്തിയിരിക്കുന്നു. മറ്റ് അതിൻ്റെ ഔദ്യോഗിക ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. ഗവർണർ വേദിയിലേക്ക് വരികയാണ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വേദിയിലേക്ക് എത്തുന്നു. വേദിയിലേക്ക് ആനയിക്കുകയാണ്. പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലേക്ക് ഗവർണർ അല്പസമയത്തിനകം എത്തും. ശേഷം അദ്ദേഹം പതാക ഉയർത്തുകയും പരേഡ് അഭിവാദ്യം ചെയ്യുകയും ചെയ്യും. ഗവർണറുടെ പ്രസംഗം എന്തായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സർക്കാരിന് പോലും ആശങ്കയുണ്ട്. ഒരു പക്ഷേ സർക്കാരിനെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പതിവ് ശൈലി ഈ ഒരു റിപ്പബ്ലിക് ദിന സന്ദേശ പ്രസംഗത്തിലും അദ്ദേഹം സ്വീകരിക്കുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. സാധാരണഗതിയിൽ സർക്കാരിനെതിരെ പലതരത്തിലുള്ള വിമർശനങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. രാഷ്ട്രപതി ഒപ്പുവെച്ച് പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമം, ആ നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ കേരള നിയമസഭയുടെ നടപടി, ഒപ്പം സുപ്രീം കോടതിയെ സമീപിച്ച സർക്കാർ നടപടി, ഇതൊക്കെ പലപ്പോഴും ഗവർണർ വിമർശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പ്രസംഗത്തിലും അത്തരം വിമർശനങ്ങൾ അദ്ദേഹം ആവർത്തിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും. ദേശീയ ഗാനം നടക്കുകയാണ്.
ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ദേശീയ പതാക ഉയർത്തിയിരിക്കുന്നു. അല്പം മുമ്പാണ് ഗവർണർ വേദിയിലേക്ക് എത്തിയതും പതാക ഉയർത്തിയതും. ഇനി അദ്ദേഹം പരേഡ് അഭിവാദ്യം ചെയ്യും. പോലീസും അതുപോലെ സൈനിക അർദ്ധസൈനിക വിഭാഗങ്ങൾ പരേഡിൽ അണിനിരക്കുന്നുണ്ട്. ഈ പരേഡിനെ അഭിസംബോധന ചെയ്തതിന് ശേഷമാണ് ഗവർണറുടെ പ്രസംഗം ആരംഭിക്കുക. ഗവർണർ ഇപ്പോൾ പരേഡ് സ്വീകരിക്കുന്നതിനുള്ള നടപടികളിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ തയ്യാറെടുപ്പുകളിലേക്ക് ഗവർണർ കടക്കുകയാണ്. സദേൺ എയർ കമാൻഡ് വ്യോമസേനയുടെ സദേൺ എയർ കമാൻഡ് സ്ക്വാഡ്രൺ ലീഡർ ബിക്രം സിൻഹയാണ് പരേഡിൻ്റെ കമാൻഡർ. 13-ാം ബറ്റാലിയൻ ഗൽവാർ റൈഫിൾസിൻ്റെ മേജർ റിവേഷ് ജംവാളാണ് സെക്കൻഡ് ഇൻ കമാൻഡ്. ഇവരുടെ നേതൃത്വത്തിലുള്ള പരേഡ് അല്പസമയത്തിനകം ആരംഭിക്കും. പരേഡ് പരിശോധിക്കുന്നതിനായി ഗവർണർ പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിലേക്ക് കയറുകയാണ്. അദ്ദേഹം പരേഡ് പരിശോധിക്കും. പരേഡ് കമാൻഡർ ഉൾപ്പെടെയുള്ളവർ പരേഡ് കമാൻഡർ ഗവർണറെ അനുഗമിക്കും. മാർച്ച് പാസ്റ്റും അതിനുശേഷം പരേഡ് റിവ്യൂ ഓർഡറിൽ വന്ന ഗവർണർക്ക് നാഷണൽ സല്യൂട്ട് നൽകുകയും ചെയ്യും. ഈ പരേഡ് പരിശോധിച്ച് സല്യൂട്ട് സ്വീകരിച്ചതിന് ശേഷമാണ് ഗവർണർ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലേക്ക് കടക്കുക. ഈ പ്രസംഗമാണ് ഏവരും ഉറ്റുനോക്കുന്നതും അല്ലെങ്കിൽ ഇത്തവണ കേരളത്തിലെ റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങുകളിൽ ഏറ്റവും ശ്രദ്ധേയ ഘടകമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ അർത്ഥത്തിൽ ഉറ്റുനോക്കുന്നതും ശ്രദ്ധാകേന്ദ്രവും ഗവർണറുടെ പ്രസംഗവും തന്നെയാകും. പൗരത്വ ഭേദഗതി നിയമത്തിൽ സർക്കാർ സ്വീകരിച്ച നിലപാടിനെതിരെ പല വേദികളിലും ആഞ്ഞടിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് ഏത് രീതിയിലൊരു നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും നിർണായകം. ഗവർണറുടെ വിമർശനമനുസരിച്ച് അല്ലെങ്കിൽ ഗവർണറുടെ നിലപാടനുസരിച്ചിട്ട് പൗരത്വ ഭേദഗതി നിയമത്തിൽ സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചതും അതുപോലെ തന്നെ ഒപ്പം നിയമസഭാ പ്രമേയം പാസ്സാക്കിയതുമെല്ലാം ഭരണഘടനാ വിരുദ്ധമാണ്. സർക്കാർ അത്തരത്തിൽ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആവർത്തിക്കുന്നു എന്നുള്ളതാണ് ഗവർണറുടെ പല വേളകളിലായി അദ്ദേഹം നടത്തിയ വിമർശനം. ഇക്കാര്യത്തിൽ സർക്കാർ അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറി നൽകിയ വിശദീകരണം പോലും തനിക്ക് അതിൽ പോലും താൻ തൃപ്തനല്ല എന്ന് ഗവർണർ പറയുകയും ചെയ്തിരുന്നു. നിയമലംഘനങ്ങൾ ആവർത്തിച്ചിട്ട് ഭരണഘടനാ ചട്ടങ്ങൾ അട്ടിമറിച്ചതിനു ശേഷം എന്ത് വിശദീകരണം നൽകിയാലും താൻ തൃപ്തനാകില്ല എന്നുള്ളതായിരുന്നു ഗവർണറുടെ ഇക്കാര്യത്തിലുള്ള വിശദീകരണം. അത്തരത്തിൽ സർക്കാർ ഭരണഘടനാ ലംഘനം നടത്തുന്നു എന്ന് ആവർത്തിക്കുന്ന ഗവർണർ സ്വാഭാവികമായും ഭരണഘടനയുടെ മൂല്യങ്ങൾ സംരക്ഷിക്കേണ്ട, റിപ്പബ്ലിക്കിൻ്റെ മൂല്യങ്ങൾ സംരക്ഷിക്കേണ്ട അതിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കുമ്പോൾ, അതിനെ ഉണർത്തി സംസാരിക്കുമ്പോൾ ഏത് തരത്തിലൊരു നിലപാടായിരിക്കും ഇന്ന് സ്വീകരിക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധേയമാണ്. കാരണം മുൻപ് അദ്ദേഹം നടത്തിയ വിമർശനങ്ങളും പ്രസംഗങ്ങളും ഒക്കെ തന്നെ മാധ്യമങ്ങളിലൂടെ ആയിരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം. ഇന്ന് ഒരു ഔദ്യോഗിക വേദിയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ, ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഇരിക്കുന്ന ഒരു വേദിയിൽ ഗവർണർ സ്വീകരിക്കുന്ന നിലപാട് ആ അർത്ഥത്തിൽ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം നിലപാട് കടുപ്പിച്ച് അല്ലെങ്കിൽ മുൻ നിലപാട് ആവർത്തിക്കുകയാണെങ്കിൽ സർക്കാരിന് വലിയ തിരിച്ചടിയും ക്ഷീണവുമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നയപ്രഖ്യാപന പ്രസംഗം വരാനിരിക്കുന്നു. ഇത് സ്വാഭാവികമായും സർക്കാർ എഴുതി തയ്യാറാക്കി നൽകുന്ന പ്രസംഗമാണ്. നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ സംസാരിക്കുക. അതിലെ ഉള്ളടക്കം മാറ്റണമെന്നതുൾപ്പെടെയുള്ള ഒരു സ്വീകരിക്കുകയും നിലവിൽ സർക്കാർ അംഗീകരിച്ച, മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള തൻ്റെ വിയോജിപ്പ് ഗവർണർ സർക്കാരിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഈ നയപ്രഖ്യാപനം സർക്കാർ എഴുതി തയ്യാറാക്കി നൽകുന്ന പ്രസംഗമാണെങ്കിൽ റിപ്പബ്ലിക് ദിന പ്രസംഗം അത് രാജ്ഭവൻ തന്നെ തയ്യാറാക്കി, ഗവർണർ തന്നെ തയ്യാറാക്കി പ്രസംഗിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ സ്വന്തം വാക്കുകളും നിലപാടുകളും തന്നെയായിരിക്കും അക്കാര്യത്തിലുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഒരു കടന്നാക്രമണത്തിനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അതല്ല, റിപ്പബ്ലിക് ദിനത്തിൻ്റെ ഒരു പ്രത്യേകതയും മറ്റും കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹം ഒരു സംയമനം അല്ലെങ്കിൽ ഒരു നിശബ്ദത ഇക്കാര്യത്തിൽ പാലിക്കും. സർക്കാരിനെതിരെ കടുത്ത വിമർശനങ്ങളിലേക്ക് പോകാതെ ഒരു വിട്ടുവീഴ്ച ഈ വേളയിൽ അദ്ദേഹം സ്വീകരിക്കുമോ എന്നുള്ളതും നിർണായകമാണ്. ഏതായിരുന്നാലും അദ്ദേഹം സർക്കാരിനെതിരെ സംസാരിച്ചാലും അല്ലെങ്കിൽ നിലപാട് മയപ്പെടുത്തി സംസാരിച്ചാലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നിർണായകം തന്നെയാകും. അത് സർക്കാരിനെതിരായിട്ടുള്ള ഒരു കടന്നാക്രമണമായിക്കോട്ടെ, വിമർശനമായിക്കോട്ടെ, അതല്ല അദ്ദേഹം നിലപാട് മയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിലപാടായിക്കോട്ടെ, ഏതായിരുന്നാലും ഇന്ന് ഗവർണർ സ്വീകരിക്കുന്ന നിലപാട് അല്ലെങ്കിൽ അദ്ദേഹം എന്തായാലും ഗവർണറുടെ പ്രസംഗം ആരംഭിക്കാൻ അല്പസമയം കൂടി ഉണ്ടെന്നറിയുന്നു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങുകൾക്ക് ഉദ്ഘാടനം കുറിച്ചു. ഇനി നമുക്ക് കോഴിക്കോട്ടേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അവിടെ നമ്മുടെ പ്രതിനിധി ദീപക് ധർമ്മടമുണ്ട്. ദീപക്, എന്തായാലും കോഴിക്കോട് ബീച്ചിലാണ് വിപുലമായ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ നടക്കുന്നത്. അവിടെ നിന്നുള്ള ഇപ്പോഴത്തെ വിവരങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്റ്റീന, ഇപ്പോൾ കോഴിക്കോട് ബീച്ചിലുള്ള ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ബീച്ചിൽ ഒരുപക്ഷെ ഈ പ്രാവശ്യം റിപ്പബ്ലിക് ദിനം ആഘോഷം പൂർണ്ണമായും ജനകീയമായി എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് തന്നെ സാധാരണ സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള വിക്രം മൈതാനത്തിലാണ്
നടക്കാറുള്ളത്. വിക്രം മൈതാനത്തിൽ നടക്കുന്നതിന് പകരം ഇക്കുറി ബീച്ചിലേക്ക് മാറ്റി. നമുക്കിതാ ദൃശ്യങ്ങൾ പാൻ ചെയ്യുമ്പോൾ കാണാം, വലിയ രീതിയിൽ ജനങ്ങൾ കൂട്ടമായി എത്തിയിരിക്കുന്നു. കോഴിക്കോട് ബീച്ചിലെ വാക്ക്വേയിൽ ആണ് ഈ രീതിയിൽ വേദിയും സദസ്സും ക്രമീകരിച്ചിരിക്കുന്നത്. ദൃശ്യങ്ങൾ വീണ്ടും മഹേഷ് പാൻ ചെയ്യുകയാണെങ്കിൽ സൈനിക വ്യൂഹങ്ങൾ, അതായത് സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് മുതൽ AR ക്യാമ്പിൽ നിന്നുള്ള സൈനികർ, സായുധ സേന അംഗങ്ങൾ വരെ അണിനിരക്കുന്ന രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നു. പരേഡിന് വേണ്ടി സൈനിക വ്യൂഹങ്ങളെല്ലാം തന്നെ ക്രമീകരിച്ച് എത്തിയിരിക്കുകയാണ്. ഇതാ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ പോകാവുന്നതാണ്. വനിതാ NCC കേഡറ്റുകളുടെ പ്ലാറ്റൂണാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. തൊട്ടടുത്ത് തന്നെ നേവൽ NCCയുടെ പ്ലാറ്റൂൺ കാണാം. ഇടതുഭാഗത്തേക്ക് പോകുമ്പോൾ NCC കേഡറ്റുകളുടെ മറ്റൊരു പ്ലാറ്റൂൺ, അത് കഴിഞ്ഞ് NCC കേഡറ്റുകൾ, അത് കഴിഞ്ഞ് ഫയർഫോഴ്സിൻ്റെയും അതുപോലെ ഫോറസ്റ്റിൻ്റെയും സേനാ വിഭാഗങ്ങൾ അണിനിരന്നിരിക്കുന്നു. കേരള പോലീസിൻ്റെ ബാൻഡ് സംഘം അണിനിരന്നിരിക്കുന്നു. ഒപ്പം തന്നെ DHQ AR ക്യാമ്പിൽ നിന്നുള്ള സായുധ സേനാ വിഭാഗത്തിൻ്റെ പ്ലാറ്റൂൺ അണിനിരന്നിരിക്കുന്നു. അതുപോലെ റൂറൽ പോലീസിലെയും സിറ്റി പോലീസിലെയും ഒരുപക്ഷെ മത്സര സ്വഭാവത്തിൽ തന്നെ വിവിധ സേനാ വിഭാഗങ്ങൾ, പോലീസിനകത്തുള്ള സായുധ സേനാ വിഭാഗങ്ങളെല്ലാം തന്നെ അണിനിരന്നിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ എടുത്തു പറയേണ്ടത്, സാധാരണ ഒരു ചടങ്ങ് എന്നുള്ള നിലയിൽ നടക്കുന്ന പരിപാടിയെ ജനകീയ ഉത്സവമാക്കി മാറ്റാൻ ഇക്കുറി സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. അത്തരത്തിലുള്ള ഒരു ക്രമീകരണമാണ് നടക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, മലപ്പുറം ജില്ലയിലെ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികളും പുരോഗമിക്കുകയാണ്. അവിടെ ഭരണഘടനയുടെ ആമുഖം വായിച്ചുകൊണ്ടാണ് റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ പുരോഗമിക്കുന്നത്. സംസ്ഥാനത്തെ 14 ജില്ലകളിലും വിപുലമായ ആഘോഷ പരിപാടികളാണ് റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ പതാക ഉയർത്തി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. കോഴിക്കോട്ട് ബീച്ചിൽ ചടങ്ങുകൾ പുരോഗമിക്കുന്നു. ഇനി മലപ്പുറത്ത് ഭരണഘടനയുടെ ആമുഖം വായിച്ചുകൊണ്ടാണ് റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ നടക്കുന്നത്. കോട്ടയത്ത് നിന്ന് CG ദിൽജിത്ത് വരികയാണ്. ദിൽജിത്ത്, കോട്ടയത്തെ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഈ ഭരണഘടനയുടെ ആമുഖം കൊണ്ട് തന്നെയാണ് കോട്ടയത്തെ ദിനാഘോഷത്തിൻ്റെ ചടങ്ങുകൾക്ക് തുടക്കമായത്. ജലവിഭവ വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടി അല്പസമയം മുമ്പ് ദേശീയ പതാക ഉയർത്തി. പോലീസ്, എക്സൈസ്, ഫോറസ്റ്റ്, സ്റ്റുഡൻറ് പോലീസ്, NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്, ബാൻഡ് എന്നീ വിഭാഗങ്ങൾ അണിനിരക്കുന്ന പരേഡിൻ്റെ അഭിവാദ്യങ്ങൾ സ്വീകരിച്ച ശേഷം മന്ത്രി ഇപ്പോൾ അല്പസമയത്തിനകം റിപ്പബ്ലിക് ദിന സന്ദേശം നൽകും. പൊൻകുന്നം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഇൻസ്പെക്ടർ VK വിജയരാഘവനാണ് ഈ കോട്ടയത്ത് പരേഡിന് കമാൻഡറിനെ നയിച്ചത്. ഏതായാലും ഇപ്പോൾ മന്ത്രി അല്പസമയത്തിനകം റിപ്പബ്ലിക് ദിന സന്ദേശം നൽകും. പിന്നീട് വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ ദേശഭക്തി ഗാനമടക്കമുള്ള മറ്റ് പരിപാടികളും കലാപരിപാടികളും അടക്കം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ശരി, കോട്ടയത്ത് നിന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ദിൽജിത്ത് നൽകിയത്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ പുരോഗമിക്കുകയാണ്. വിവിധ ജില്ലകളിൽ നിന്നുള്ള ആഘോഷത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. മലപ്പുറത്ത് ആഘോഷങ്ങൾ പുരോഗമിക്കുന്നു. ഇവിടെ ഭരണഘടനയുടെ ആമുഖം വായിച്ചുകൊണ്ടാണ് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ പുരോഗമിക്കുന്നത്. അഷ്കർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഇപ്പോൾ അഷ്കർ എവിടെയാണ് ഉള്ളത്? എന്തൊക്കെയാണ് ഇവിടെ നിന്നുള്ള വിവരങ്ങൾ? ഭരണഘടനയുടെ ആമുഖം വായിച്ചുകൊണ്ടാണല്ലോ റിപ്പബ്ലിക് ദിനാഘോഷത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നത്. ഞാൻ നിൽക്കുന്ന മലപ്പുറം അറവങ്കരയിലുള്ള പപ്പാട്ടുകൾ ജുമാ മസ്ജിദിലാണ്. ഇവിടെ വിശ്വാസികളുടെ നേതൃത്വത്തിൽ പള്ളിയുടെ അങ്കണത്തിൽ വെച്ച് ദേശീയ പതാക ഉയർത്തി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അവർ ഭരണഘടനയുടെ ആമുഖം വായിച്ച് പ്രതിജ്ഞ ചെയ്യുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. SYSന്റെ മുതിർന്ന നേതാവ് കൂടിയായ അബ്ദുസമദ് പൂക്കോട്ടിൻ്റെ നേതൃത്വത്തിലും അതുപോലെ തന്നെ പള്ളിയുടെ ഖത്തീബിൻ്റെയും അതുപോലെ മദ്രസ മഹല്ല് ഭാരവാഹികളുടെ നേതൃത്വത്തിലാണ് ഇത്തവണത്തെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ ഭാഗമായി പതാക ഉയർത്തി ഭരണഘടനയുടെ ആമുഖം വായിച്ച് പ്രതിജ്ഞ ചെയ്യുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരി, മലപ്പുറത്തും റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ പുരോഗമിക്കുകയാണ്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരായിട്ടുള്ള പ്രതിഷേധത്തിൻ്റെ കൂടി ഭാഗമായാണ് ഇപ്പോൾ ഇവിടെ ഭരണഘടനയുടെ ആമുഖം വായിച്ചത്.
ഇനി നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾ പുരോഗമിക്കുകയാണ്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ഒപ്പം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമാണ് ഇവിടെ സന്നിഹിതരായിരിക്കുന്നത്. വിവരങ്ങളുമായി അല്ലമീൻ ചേരുന്നുണ്ട്. അല്ലമീൻ, എന്തൊക്കെയാണ് ഇപ്പോഴിവിടെ നടക്കുന്നത്? തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സർക്കാരിൻ്റെ ഔദ്യോഗിക റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങുകൾ നടക്കുന്നത്. ഇവിടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ദേശീയ പതാക ഉയർത്തി. മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും മന്ത്രിമാരുമൊക്കെ ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ദേശീയ പതാക ഉയർത്തിയതിനു ശേഷം ഗവർണർ പരേഡ് പരിശോധിച്ചു. ദേശീയ പതാക ഉയർത്തിയതിനു ശേഷം ഇപ്പോൾ മാർച്ച് പാസ്റ്റ് ാണ് പോലീസിൻ്റെയും സൈനിക അർദ്ധസൈനിക വിഭാഗത്തിൻ്റെയും നേതൃത്വത്തിലുള്ള പരേഡാണ്. ആ പരേഡ് ഇപ്പോൾ ഗവർണർക്ക് റിവ്യൂ ഓർഡറിൽ വന്ന് ഗവർണർക്ക് നാഷണൽ സല്യൂട്ട് നൽകി കടന്നു പോകുന്നു. ആ പരേഡ് ഇപ്പോൾ ഗവർണർ സല്യൂട്ട് സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പരേഡ് പരിശോധിച്ച ശേഷം ഗവർണർ സല്യൂട്ട് സ്വീകരിക്കുന്ന നടപടിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഈ സായുധ സേനയുടെയും അതുപോലെ തന്നെ സൈനിക അർദ്ധസൈനിക സേനയുടെയും പോലീസിൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള വിഭാഗങ്ങളാണ് ഇപ്പോൾ പരേഡിൽ അണിനിരക്കുന്നത്. ഇതിൽ സായുധ ഘടകങ്ങൾ ഭാരതീയ കരസേനയുടെയും വ്യോമസേനയുടെയും പോലീസിൻ്റെയും അതുപോലെ തന്നെ തമിഴ്നാട് സ്റ്റേറ്റ് പോലീസ്, സ്പെഷ്യൽ ആംഡ് പോലീസ്, ഇന്ത്യ റിസർവ് ബറ്റാലിയൻ, കേരള വനിതാ കമാൻഡോസ്, സായുധ വനിതാ പോലീസ് ബറ്റാലിയൻ, തിരുവനന്തപുരം സിറ്റി പോലീസ്, കേരള ജയിൽ വകുപ്പ്, എക്സൈസ് വകുപ്പ് തുടങ്ങി സായുധ ഘടകങ്ങളുടെ 12 വിഭാഗങ്ങളാണ് ഇത്തരത്തിൽ അവരുടെ ഓരോ പ്ലാറ്റൂൺ വിഭാഗങ്ങളാണ് ഇപ്പോൾ ഈ പരേഡിൽ അണിനിരക്കുന്നത്. ഒപ്പം സായുധ ഘടകങ്ങളല്ലാത്ത അഗ്നിരക്ഷാസേനയുടെയും വനം വകുപ്പിൻ്റെയും അതുപോലെ തന്നെ NCCയുടെയും ഒക്കെ അത്തരത്തിലുള്ള സ്കൗട്ട്സ് ഗൈഡ്സിൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള പോലീസ്, സ്റ്റുഡൻറ് പോലീസ് കാഡറ്റിൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള 10 വിഭാഗങ്ങളുടെ ഓരോ പ്ലാറ്റൂൺ വീതവും ഈ പരേഡിൽ അണിനിരക്കുന്നുണ്ട്. അശ്വാരിയുടെ പോലീസ് സേനയുടെയും ഒരു സേനയും പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം കരസേനയുടെയും അതുപോലെ സിറ്റി പോലീസിൻ്റെയും സ്പെഷ്യൽ ആംഡ് പോലീസിൻ്റെയും മറ്റും ബാൻഡുകളും ഈ പരേഡിൽ അണിനിരക്കുന്നു. ഇത്തരത്തിൽ വളരെ വർണ്ണാഭമായിട്ടുള്ള ഒരു പരേഡ് തന്നെയാണ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പരേഡിന് ഇപ്പോൾ ഗവർണർക്ക് അഭിവാദനം അർപ്പിച്ചുകൊണ്ട് അവർക്ക് സല്യൂട്ട് സമർപ്പിച്ചുകൊണ്ട് കടന്നു പോവുകയാണ്. ഈ പരേഡ് കഴിഞ്ഞതിന് ശേഷമാണ് ഏതാണ്ട് 8:50 ഗവർണറുടെ പ്രസംഗമുണ്ടാകും. ഈ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ കേരളത്തിൽ ഇത്തവണ ഏറ്റവും ശ്രദ്ധേയമാവുന്നതും ഈ റിപ്പബ്ലിക് ദിന ചടങ്ങുകളെ വേറിട്ടതാക്കുന്നതും അല്ലെങ്കിൽ ശ്രദ്ധാകേന്ദ്രമാക്കുന്നതും ഗവർണറുടെ ഒരു നിലപാട് എന്തായിരിക്കുമെന്നുള്ള ഒരു ചോദ്യം തന്നെയാണ്. പൗരത്വ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ നിരന്തരം പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനം, ഒപ്പം കേന്ദ്ര നിലപാടിനെതിരെ പ്രമേയം പാസാക്കുന്നു കേരള സംസ്ഥാനം അല്ലെങ്കിൽ കേരള നിയമസഭ. ഒപ്പം ഈ വിഷയത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കുന്നു സർക്കാർ. ഇത്തരത്തിൽ കേന്ദ്ര തീരുമാനത്തിനെതിരെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം സംസ്ഥാനത്ത് തിരികെ എത്താം. നമുക്ക് ആലപ്പുഴ ജില്ലയിലെ റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങുകളിലേക്ക് കൂടെ പോകേണ്ടതുണ്ട്. വളരെ വർണ്ണാഭമായിട്ടാണ് ആലപ്പുഴ ജില്ലയിലെ റിപ്പബ്ലിക് ദിന ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. AU രഞ്ജിത്തുണ്ട്. രഞ്ജിത്ത്, എങ്ങനെയാണ് അവിടുത്തെ ചടങ്ങുകൾ? വളരെ വർണ്ണാഭമായ ചടങ്ങുകളാണെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. NCCയും മറ്റ് വിദ്യാർത്ഥി വിഭാഗങ്ങളൊക്കെയും പരേഡിൽ പങ്കെടുക്കുന്നുവെന്നറിയുന്നു. കൃഷ്ണ, തീർച്ചയായും അത്ര തന്നെയാണ്. ആലപ്പുഴ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ ഇപ്പോൾ മാർച്ച് പാസ്റ്റ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള ആലപ്പുഴയിൽ നിന്നുള്ള വർണ്ണശബളമായ ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് കാണാം. തിരുവനന്തപുരം, ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, കൊച്ചി എന്നിവിടങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ സ്ക്രീനിൽ പ്രേക്ഷകർ കാണുന്നത്. 71ാം റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾ പുരോഗമിക്കുകയാണ്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾ വർണ്ണശബളമായി തന്നെ പുരോഗമിക്കുന്നു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങുകൾക്ക് ഉദ്ഘാടനം കുറിച്ചു. മലപ്പുറത്ത് ഒരു മസ്ജിദിൽ അവിടെ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധത്തിന്റെ ഭാഗമായി കൂടെയാണ് റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഭരണഘടനയുടെ ആമുഖം വായിക്കുകയും പ്രതിജ്ഞയെടുക്കുകയും ചെയ്തുകൊണ്ടാണ് അവിടെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ നടക്കുന്നത്. ആലപ്പുഴയിൽ വിദ്യാർത്ഥികളുടെ പരേഡ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. NCC, സ്കൗട്ട്സ്, ഗൈഡുകൾ, ജില്ലയിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ എന്നിവരുടെ പരേഡാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് ബീച്ചിലും സമാനമായ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നത്. വിദ്യാർത്ഥികൾ, NCC, സ്കൗട്ട്സ്, ഗൈഡ്, വിവിധ വിഭാഗങ്ങളിലുള്ള വിദ്യാർത്ഥികൾ, സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ എന്നിവർ പരേഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചിയിലും അതേ രംഗങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ രാജ്യത്തിൻ്റെ, അതായത് ഇന്ത്യ ഒരു ജനക്ഷേമ രാഷ്ട്രം റിപ്പബ്ലിക് ആയതിൻ്റെ
ആ ഒരു 71ാം വർഷാചരണത്തിൽ വിദ്യാർത്ഥികളുടെ ചിട്ടയോടും അച്ചടക്കത്തോടുമുള്ള ഇത്തരത്തിലൊരു പരേഡ് കാണുന്നത് വളരെ സന്തോഷമാണ്. ക്രിസ്റ്റിന, മറ്റൊരു കാര്യമുണ്ട്. ഈ റിപ്പബ്ലിക് ദിനം ആഘോഷമാക്കി മാറ്റുന്നവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗം വിദ്യാർത്ഥികൾ തന്നെയാണ്. ഈ സ്കൂൾ കാലഘട്ടത്തിലാണല്ലോ നമ്മൾ ഏറ്റവും അധികം റിപ്പബ്ലിക് ദിനത്തിന്റെ ഭാഗമാവുക കൂടി ചെയ്യുന്നത്. ഇനി കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. കൊച്ചിയിൽ സജോ ദേവസ്യ ചേരുന്നുണ്ട് നമ്മോടൊപ്പം. സജോ, മുൻപ് നേവൽ ബേസിൽ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. സജോ ഇപ്പോഴെവിടെയാണ് ഉള്ളത്? ഞാനിപ്പോൾ എറണാകുളം കലക്ടറേറ്റ്, കാക്കനാടുള്ള എറണാകുളം കലക്ടറേറ്റിൽ പ്രത്യേകം തയ്യാറാക്കിയ പരേഡ് ഗ്രൗണ്ടിലാണ് ഉള്ളത്. ഇവിടെ മന്ത്രി എസ് സി മൊയ്തീനാണ് സല്യൂട്ട് സ്വീകരിക്കുന്നത്. വിവിധ സേനാ വിഭാഗങ്ങളുടെ പരേഡ് ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ വിദ്യാർത്ഥികളുടെ വിവിധ സേനകളുടെ പരേഡുകളാണ് നടക്കുന്നത്. ഇവിടെ പരേഡ് ഏതാണ്ട് അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ പരേഡിലേക്ക് കടന്നിട്ടുണ്ട്. വിവിധ സേനാ വിഭാഗങ്ങളുടെ പരേഡ് ഇതിനകം പൂർത്തിയായിട്ടുണ്ട് എന്നതാണ്. വിദ്യാർത്ഥികളുടെ പരേഡിലേക്ക് കടന്നിട്ടുണ്ട്. അതിനുശേഷം മന്ത്രി എസ് സി മൊയ്തീൻ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകും. കാക്കനാട് കലക്ടറേറ്റിന് മുൻപിലുള്ള ഗ്രൗണ്ടിലാണ് പ്രത്യേക ക്രമീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കിയത്. നമുക്കറിയാവുന്നതുപോലെ വിവിധ മറ്റ് ഇതര സ്ഥാപനങ്ങളിൽ, പ്രത്യേകിച്ച് സദേൺ നേവൽ കമാൻഡിന്റെ കൊച്ചിയിലെ ആസ്ഥാന കാര്യാലയത്തിലും പ്രത്യേക പരിപാടികൾ ക്രമീകരിച്ചിരുന്നു. രാവിലെ തന്നെ നേവിയുടെ വിവിധ വിഭാഗങ്ങളുടെ പരേഡ് പ്രത്യേകമായി തന്നെ ക്രമീകരിച്ചിരുന്നു. ഇപ്പോൾ അവിടെയും പരേഡ് ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. ദക്ഷിണ നാവിക കമാൻഡർ അവിടെ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകുകയും ചെയ്തു. ഒപ്പം പോർട്ട് ട്രസ്റ്റിലും പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി അവിടെയും പ്രത്യേക പരേഡ്, പോർട്ട് ട്രസ്റ്റുമായി ബന്ധപ്പെട്ട വിവിധ സേനകളുടെ പരേഡാണ് നടക്കുന്നത്. ഏതായാലും എറണാകുളത്തെ പരേഡ് പൂർത്തിയായിരിക്കുകയാണ്. ഇനിയിപ്പോൾ മന്ത്രി എ സി മൊയ്തീൻ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകുകയായിരിക്കും ചെയ്യുക എന്നതാണ്. ശരി സജോ, നമുക്ക് കണ്ണൂരേക്ക് പോകേണ്ടതായിട്ടുണ്ട്. കണ്ണൂരിൽ അർജുൻ മട്ടന്നൂരുണ്ട്. അർജുൻ, വിദ്യാർത്ഥികൾ വളരെ സജീവമായി ഈ നമ്മുടെ 71ാം റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിന്റെ ഒരു കാഴ്ചയാണ് നമ്മൾ സ്ക്രീനിന്റെ വിവിധ ഭാഗങ്ങളിലായി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് കണ്ണൂരിൽ നിന്നും കാണുന്ന ദൃശ്യങ്ങളും. കണ്ണൂര് ആരാണ് റിപ്പബ്ലിക് ദിന സന്ദേശം നൽകുന്നത്? എങ്ങനെ പുരോഗമിക്കുന്നു ചടങ്ങുകൾ? കണ്ണൂർ പോലീസ് മൈതാനിയിലാണ് റിപ്പബ്ലിക് ദിന പരേഡ് നടന്നത്. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു. സെറിമോണിയൽ പരേഡിൽ KP 4ാം ബറ്റാലിയൻ, സായുധ പോലീസ്, ലോക്കൽ പോലീസ്, വനിതാ വിഭാഗങ്ങളും, ഫോറസ്റ്റ്, ജയിൽ, ഫയർ സർവീസ് വിഭാഗങ്ങളുടെ ഓരോ പ്ലാറ്റൂണുകളും, NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, ജൂനിയർ എക്സ്പ്ലോസ് എന്നിവയുടെ 7 വീതം പ്ലാറ്റൂണുകളുമാണ് അണിനിരക്കുന്നത്. സ്റ്റുഡന്റ് പോലീസ് 2 പ്ലാറ്റൂണുകളും തവണ പരേഡിൽ അണിനിരക്കുന്നുണ്ട്. പരേഡിന്റെ ഭാഗമായി വിവിധ വർണ്ണമായ ഫ്ലോട്ടുകളും ഒരുക്കിയിട്ടുണ്ട്. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് കണ്ണൂരിൽ പതാക ഉയർത്തിയത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ഹരിത പെരുമാറ്റച്ചട്ടം പാലിച്ചാണ് റിപ്പബ്ലിക് ദിനാഘോഷം പുരോഗമിക്കുന്നത്. ആഘോഷ ചടങ്ങ് വീക്ഷിക്കാൻ നിരവധി പൊതുജനങ്ങളും എത്തിയിട്ടുണ്ട്. ഇവർക്ക് പ്രത്യേക സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ജില്ലയിലെ മുഴുവൻ സർക്കാർ ജീവനക്കാരോടും കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികളിൽ പങ്കെടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു. എന്തായാലും ഇപ്പോൾ റിപ്പബ്ലിക് ദിന ആഘോഷ പരിപാടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി അർജുൻ, വീണ്ടും തിരുവനന്തപുരത്തേക്ക് പോയാൽ തിരുവനന്തപുരത്ത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് റിപ്പബ്ലിക് ദിന ചടങ്ങുകൾ പതാക ഉയർത്തിയത്. പത്തനംതിട്ടയിലും ആഘോഷങ്ങൾ പുരോഗമിക്കുകയാണ്. എബിൻ ജോസ് ഉണ്ട്. എബിൻ, ദേവസ്വം മന്ത്രിയാണ് പത്തനംതിട്ടയിലെ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സന്ദേശമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് അറിയുന്നു. ഇന്നത്തെ നിലയിലെത്തിച്ചേർന്നത് 1950 ജനുവരി 26 നമ്മുടെ മഹാരാജ്യം റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവ ഉറപ്പു നൽകുന്ന വ്യവസ്ഥിതിയുടെ പ്രഖ്യാപനമാണ് ഉണ്ടായത്. നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം എഴുതിയിരിക്കുന്നത് ഇന്ത്യ പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ രാജ്യമാണെന്നാണ്. വിവിധ മതങ്ങളും വിവിധ സംസ്കാരങ്ങളും വിവിധ ആചാരങ്ങളും വിവിധ വേഷങ്ങളും വിവിധ ഭാഷകളും കൂടി ചേരുന്നതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡത. ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണങ്ങൾ നൽകുന്ന കെട്ടുറപ്പാണ് നമ്മുടെ രാജ്യത്തിൻ്റെ കരുത്ത്. ഒരൊറ്റ ഇന്ത്യ, ഒരൊറ്റ ജനത എന്നത്
എക്കാലവും നമ്മുടെ പ്രചോദനമായിരിക്കണം. ബഹുസ്വരതയാണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ മുഖമുദ്ര. സമൂഹത്തിന്റെ അടിത്തട്ടിൽ കഴിയുന്നവരെ സാമൂഹിക മുന്നേറ്റത്തിൽ പങ്കാളികളാക്കി മുഖ്യധാരയിൽ എത്തിക്കാൻ ഇനിയും നമുക്ക് ഏറെ ദൂരം സഞ്ചരിക്കേണ്ടി വരും. നമ്മുടെ രാജ്യത്തെ മതേതരത്വം മറ്റു ലോകരാജ്യങ്ങൾക്കാകെ മാതൃകയാക്കി മാറിയതാണ്. മതേതരത്വത്തിനെതിരെയുള്ള ഏതു വെല്ലുവിളിയെയും നമുക്ക് ചെറുത്തു തോൽപ്പിച്ചേ മതിയാകൂ. ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നിടത്തോളം മാത്രമേ ഒരു നിയമത്തിന്റെ പവിത്രത നിലനിൽക്കുകയുള്ളൂ എന്ന് ധീര രക്തസാക്ഷി ഭഗത് സിംഗ് പറഞ്ഞത് ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. ഭരണഘടനാ മൂല്യങ്ങളെ തച്ചു തകർത്ത് ഈ നാട്ടിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന പുതിയ നിയമങ്ങൾക്ക് എന്ത് പവിത്രതയാണുള്ളതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഗോപാലകൃഷ്ണ ഗോഖലെ പറഞ്ഞതുപോലെ നമ്മൾ ഹിന്ദുക്കളും മുഹമ്മദീയരും ക്രിസ്ത്യാനികളും ആണെന്നതിനപ്പുറം പ്രാഥമികമായ യാഥാർത്ഥ്യം നമ്മൾ ഇന്ത്യക്കാരാണ് എന്നതാണ്. എന്നാൽ ഇന്ന് ഇന്ത്യക്കാരൻ എന്ന വികാരത്തിന് മുകളിൽ ജാതിമത വർഗീയ വികാരങ്ങൾ പ്രതിഷ്ഠിക്കാനുള്ള ശ്രമമാണ് വർഗീയ ശക്തികൾ നടത്തുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾ പുരോഗമിക്കുകയാണ്. തിരുവനന്തപുരത്ത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനുമാണ് സന്നിഹിതരായിരിക്കുന്നത്. ഒപ്പം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾ പുരോഗമിക്കുകയാണ്. എറണാകുളം ജില്ലയിൽ മന്ത്രി AC മൊയ്തീൻ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീനാണ് ആഘോഷങ്ങളിൽ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകുന്നത്. പത്തനംതിട്ട ജില്ലയിൽ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, അതുപോലെ തന്നെ വിവിധ ജില്ലകളിൽ ആലപ്പുഴ ജില്ലയിൽ മന്ത്രി G സുധാകരൻ, വിവിധ ജില്ലകളിൽ ഓരോ മന്ത്രിമാർ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകുന്നുണ്ട്. റിപ്പബ്ലിക് ദിന പരേഡ് പലയിടത്തും പുരോഗമിക്കുകയാണ്. ചിലയിടങ്ങളിൽ പരേഡ് പൂർത്തിയായിട്ടുണ്ട്. കോഴിക്കോട് തൊഴിൽ മന്ത്രി TP രാമകൃഷ്ണനാണ് റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി പ്രധാന അതിഥിയായിരിക്കുന്നത്. കോഴിക്കോട് നിന്നുള്ള ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ് റിപ്പബ്ലിക് ദിന സന്ദേശം നൽകുന്നത്. ഒരേ ഒരു ഇന്ത്യ ഒരൊറ്റ ജനത എന്ന ആശയത്തിൽ ഊന്നിയുള്ള പ്രവർത്തനമാണ് വേണ്ടതെന്നാണ് അദ്ദേഹത്തിന്റെ സന്ദേശത്തിൽ പറഞ്ഞത്. അദ്ദേഹം സന്ദേശം തുടങ്ങിയത് തന്നെ ഭരണഘടനയുടെ ആമുഖത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ്. സ്വതന്ത്ര പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നുള്ള ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖം പറയുന്ന പ്രവർത്തനങ്ങളിൽ പൗരന്മാർ വ്യാപൃതരാവണം എന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ നൽകിയത്. തിരുവനന്തപുരത്തെ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പതാക ഉയർത്തി ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം ഇപ്പോൾ പരേഡ് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലമീൻ തരും വിശദാംശം. അമീൻ, ഇപ്പോഴിവിടെ എന്താണ് നടക്കുന്നത്? മുൻപ് അശ്വരൂഢ സേനയുടെ ഈ പരേഡൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ അവിടെ ഏതൊക്കെ വിഭാഗത്തിന്റെ പരേഡാണ് നടക്കുന്നത്? വിശദാംശങ്ങൾ. പരേഡ് മാർച്ച് പാസ്റ്റ് കഴിഞ്ഞ് പരേഡ് റിവ്യൂ ഓർഡറിൽ വന്ന് ഗവർണർക്ക് ഇപ്പോൾ നാഷണൽ സല്യൂട്ട് നൽകുകയാണ്. അപ്പോൾ ദേശീയ ഗാനം ആലപിക്കുകയാണ്. അതിലേക്ക് മാർച്ച് പാസ്റ്റിന് ശേഷം ഇപ്പോൾ പരേഡ് റിവ്യൂ ഓർഡറിൽ വന്ന ഗവർണർക്ക് നാഷണൽ സല്യൂട്ട് സമർപ്പിക്കുകയാണ്. അതിനുശേഷം അല്പസമയത്തിനകം ഗവർണർ തന്റെ പ്രസംഗത്തിലേക്ക് കടക്കും. ദേശീയ പതാക ഉയർത്തുകയും പരേഡ് അഭിവാദ്യം സ്വീകരിക്കുകയും പരേഡ് പരിശോധിക്കുകയും ഒക്കെ ചെയ്ത ഗവർണർ മറ്റു നടപടികൾ ഗവർണർ സംസാരിക്കുകയാണ്. ഏറ്റവും ഉറ്റുനോക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ ഗവർണറുടെ വാക്കുകളിലേക്ക് അദ്ദേഹം എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന നിർണായകം. ഗവർണർ റിപ്പബ്ലിക് സന്ദേശം നൽകിക്കൊണ്ട് സംസാരിക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകുകയാണ്. ഏവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗവർണറുടെ വാക്കുകളിലേക്ക്. അദ്ദേഹം എന്താണ് സംസ്ഥാനത്ത് ഇന്ന് റിപ്പബ്ലിക് ദിന സന്ദേശമായി പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, മറ്റു വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എൻ്റെ റിപ്പബ്ലിക് ദിന ആശംസകൾ. We, the people of India, are celebrating our 71st Republic Day today with unspeakable joy and pride. Let me therefore begin by conveying my heartfelt Republic Day greetings and best wishes to everyone present here and to other Keralites all over the world.
it was on this day in 1950 that we became a republic by giving unto ourselves a constitution, a national scripture that promised to secure justice, liberty, equality, and dignity to all its citizens, and to ensure the unity and integrity of Indian nation. The Constitution further obliged us to abide by the Constitution and respect its ideals and institutions, and cherish and follow the noble ideals which inspired our national struggle, and among other things to strive towards excellence in all spheres of individual and collective activity to achieve higher levels of endeavor and achievements. The founding fathers of our nation considered democracy as a sacred trust, and so they adopted a constitution that fully reflects the eternal Indian ethos, values, and traditions. Since remotest times, our Indianness is rooted in diversity, which implies both respect and acceptance of variety. Ancient India believed, as we do, that diversity itself can be a source of strength, and that all people should not be confined to single interpretation of reality. From the sparkling snows of Himalaya down to the verdant forests of Kerala came the proclamation of an eternal truth, that reality is one but is perceived as many. Ekam sad vipra bahuda vadanti. It is this acceptance of diversity that India has always sheltered the persecuted of the world. Here I would like to quote the ringing words of Swami Vivekananda, which mesmerized the Parliament of Religion in Chicago more than 100 years back. He said, "I am proud to belong to a religion which has taught the world both tolerance and universal acceptance. We believe not only in universal toleration, but we accept all religions as true. I am proud to belong to a nation which has sheltered the persecuted and the refugees of all religions and all nations of the earth. I am proud to tell you that we have gathered in our bosom the purest remnant of the Israelites who came to South India and took refuge with us in the very year in which their holy temple was shattered to pieces by Roman tyranny. I am proud to belong to the religion which has sheltered and is still fostering the remnant of the grand Zoroastrian religion. I will quote to you a few lines from a hymn which I remember to have repeated from my earliest boyhood, which is every day repeated by millions of Indians. Ruchinam Vechitiriya Dirju Kutil Nana Padjusham Nirnam Eko Gamyas Tomsi Paisa Marnav If. As the different streams having their sources in different places all mingle their water into the sea, so, O Lord, the different paths which men take through different tendencies, various though they appear, crooked or straight, all lead to thee.
Indian culture since inception has a universal vision which does not view a person in terms of the variable and alienable characteristics such as caste, creed, color, language, and social status. Instead, it views human beings in terms of the invariable and inalienable divinity inherent in every being, the vision of one in many and behind the many. And that explains why our ancient scriptures define India as the landmass between the Himalayas in the north and ocean in the south, and all those who live here as the children of India. Uttaram yat samudrasya himadri chaiv dakshinam varsham tat bharat nam bharti yat santati. Therefore, our Republic Day is both an occasion to celebrate this India which is ancient but never old, and an occasion to pledge to uphold and strengthen our national unity. Let us also gratefully remember and salute the lakhs of people whose struggle, hard work, and selfless sacrifice had earned us the freedom and democracy we enjoy today. India's concept of true freedom has always involved a sense of responsibility which reflects in all our discussions on democracy and progress. Today we are the largest and liveliest democracy in the world. We are also one among the powerful nations with proven leadership in areas as diverse as space science, military preparedness, food production, agriculture, entertainment, and other areas. Besides, with the largest population of young people in the world, we are about to enjoy the fruits of a demographic dividend which will empower our youth with lucrative careers. Independent India's journey so far has been marked by a surge towards progress in almost all areas. As we look back on our long journey towards progress, what strikes our attention is the transformation of a poor economy to one with the promise of tremendous growth. Today, India is the second largest reservoir of scientific and technical manpower and the third most attractive investment destination for technology transactions in the world. As a nation which has touched the moon and the Mars, India is comfortably placed in the race for space. In the last 1 year, Indian Space Research Organization did us proud by successfully accomplishing 13 missions, including six launch vehicle missions and 7 satellite missions. For us, sky is no longer the limit. India has the third largest armed forces, regularly fortified with the most modern training, weaponry, and technology. The latest example is the successful test firing of the K-4 submarine launched ballistic missile. We are a peace-loving nation which believes in mutual respect and friendly cooperation with neighboring and other countries. At the same time, our reaction to violations of peace and cross-border terrorism were a strong message not just to the violators
but to the rest of the world. And this is in line with our ancient wisdom, which tells us first to use reason and good advice, and if it fails to stop the aggression, then deter it by use of force. Agarta chaturo veda prashta sasharam dhanu idam brahmam idam chhatram shapadapi sharadapi. He knows 4 Vedas by heart, means knowledge, but carries weapons on his back, meaning has both Brahmtej and Kshatrtej. It is said that the essential means of bringing about a new society is education. The Union government led by Honorable Prime Minister Shri Narendra Modi has therefore been emphasizing the vision of transforming India by transforming education with the mantra of Sabko Shiksha, Achhi Shiksha, education for all and quality education. Our new education policy aims to usher in quality education, innovation and research to enable India to become a knowledge superpower. When our nation dreams of transforming itself through education, our beloved state of Kerala can never be behind. In fact, we have been a step ahead of others in achieving total digital education by bringing schools, including primary schools, under the ambit of digital technology, thereby laying a strong foundation for future education. Kerala's development initiatives under the able leadership of our Chief Minister, Shri Pinarayi Vijayan, have brought well-deserved recognition to the state in many areas. Standing first in Sustainable Development Goal Index developed by United Nations Organization and Niti Aayog, emerging first in the health and public education sectors as per Niti Aayog Index, and being a model to the country in terms of welfare and gender equality are some examples of our progress. Kerala also holds an enviable place in India Innovation Index of Niti Aayog. Our achievements in health, especially the recording of the lowest maternal mortality ratio, National Quality Assurance Standard certification to more government hospitals and e-health program merit special mention. It is with an eye on people's health and the protection of our environment that Kerala has effected a total ban on single-use plastic from this year. At a time when India has emerged as a global investment destination and one of the easiest places for doing business, Kerala has offered the most liberal terms to entrepreneurs. This has energized our startup ecosystem, which has been ranked 9th in the country. Kerala's electric vehicle policy has also encouraged startup ventures in renewable energy sector. Our growing investment in information technology is a promise of more employment to our graduates. In tune with the national policy of leveraging the immense diplomatic potential of our non-resident citizens, Kerala has achieved the promise of significant investment at the recently organized Lok Kerala Sabha. Our attention was not confined to investments, it was also directed towards the welfare
of our സൈനിക അർദ്ധസൈനിക വിഭാഗങ്ങളുടെ പരേഡുകൾ, വിദ്യാർത്ഥികളുടെ NCC, NSS, സ്കൗട്ട്സ്, ഗൈഡ് മുതലായ വിഭാഗങ്ങളുടെ മാർച്ച് പാസ്റ്റ്, ബാൻഡ് സംഘങ്ങൾ, അതുപോലെ തന്നെ 22 നിശ്ചല ദൃശ്യങ്ങൾ 16 സംസ്ഥാനങ്ങളെയും വിവിധ മന്ത്രാലയങ്ങളെയും പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള വർണ്ണാഭമായ നിശ്ചല ദൃശ്യങ്ങൾ ഒക്കെയാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരുന്നത്.